ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെന്നിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. കൈകൂപ്പി തൊഴുതിട്ടും കാര്യമില്ല. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം തുടർക്കഥയാകുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പരാതിയുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയത്. രാവിലെ 7:30 മുതൽ 8:20 വരെയുള്ള സമയപരിധിയിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും തിരൂർ, തൃശൂർ ഭാഗത്തേക്കുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെയാണ് പ്രൈവറ്റ് ബസ്സുകളിൽ കയറ്റാതെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ബുദ്ധിമുട്ടിക്കുന്നത്. ബസ്സുകളിലെ പിന്നിലെ വാതിൽ അടച്ചിട്ടും കണ്ടക്ടർമാർ തടഞ്ഞു നിർത്തിയുമാണ് വിദ്യാർത്ഥികളോട് ക്രൂരത കാട്ടുന്നത്. മുൻപ് ഇതേ സ്റ്റാൻഡിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റാത്തതിനെ തുടർന്ന് കേരളം മുഴുവൻ ചർച്ചയായ വാർത്തകളെ തുടർന്ന് കുറച്ച് ദിവസം മാത്രം കുട്ടികളോട് മാന്യമായാണ് ബസ് ജീവനക്കാർ പെരുമാറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 7:30 മുതൽ 8:45 വരെയുള്ള സമയം മുഴുവൻ നിന്നിട്ടും 11 വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കയറി സ്കൂളുകളിലേക്ക് പോകാൻ കഴിയാതെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നു. നിയമം ലംഘിക്കുന്ന ബസ്സുകളുടെ പേര് വിവരം സഹിതമാണ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരാതി നൽകിയിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് മോൻ വീട്ടിൽ പറയാറുണ്ട്, ഇങ്ങനെ 7:30 ചോറൊക്കെ റെഡിയാക്കണം, ഞങ്ങൾക്ക് കുറച്ച് അധികം നേരം നിന്നാലാണ് ബസ്സിൽ കയറ്റുന്നുള്ളൂ, കുറേ ബസ്സുകൾ പോകുമ്പോഴാണ് ഒരു ബസ്സിൽ കയറാൻ പറ്റുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. ഇന്ന് 7:40 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വൈഫ് ജോലിക്ക് ഇറങ്ങുമ്പോൾ ഒരു 9 മണിയോട് കൂടിയാണ് മകൻ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്നുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ബസ്സിൽ കയറാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വൈകിട്ട് വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അതിൻ്റെ കുട്ടികളുമായിട്ട് വന്ന് പരാതി കൊടുത്തത്. ക്ലേലിയ സ്കൂളിലൊരു വിദ്യാർത്ഥിനെ ബസ്സിൽ കയറ്റാത്തതിനെ തുടർന്നുണ്ടായ ചില വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാൾ സമാധാനം ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ വൃത്തിയായിട്ട് ബസ്സുകാർ കയറ്റിയിരുന്നു. ഇപ്പോൾ ബസ്സുകാർക്ക് നഷ്ടമുണ്ട്, അല്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു അവസരം അത് ബസ്സുകാർക്ക് പറ്റില്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലും പരാതിപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ കാലത്ത് തന്നെ ഇക്കാര്യം MVD ഉദ്യോഗസ്ഥരെയും വടക്കാഞ്ചേരി പോലീസിലും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ MVD ഉദ്യോഗസ്ഥരും പോലീസും ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകുന്ന കാഴ്ചയാണ് ഇന്ന് കാലത്ത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്നും പരാതിക്കിടയാക്കുന്ന പ്രവൃത്തികൾ ബസ് ജീവനക്കാരിൽ നിന്നും ഉണ്ടായാൽ വിട്ടുവീഴ്ചയില്ലാതെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും MVD ഉദ്യോഗസ്ഥരായ AMVI ഷീബ, സെന്തിൽ എന്നിവർ ബസ് ജീവനക്കാർക്ക് താക്കീത് ചെയ്തു. എന്തോ എന്റെ കണ്ണന് വെച്ച ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും, ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യമുയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam, Valapadu.